ഇൻഷാ അല്ലാഹ് നമുക്ക് 9:30 വരെയുള്ളൂ പെർമിറ്റ് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് സാധാരണക്കാരൻ ആയത്തും ഹദീസൊന്നും വേണ്ട. ആരാണ് പള്ളി പൊട്ടിപ്പിച്ചത്? ആരാണ് പള്ളിയിൽ രക്തം ചിന്തിച്ചത്? ആരാണ് പള്ളിയിൽ രക്തം ചിന്തിയത്? ആരാണ് പള്ളിയുടെ അകത്തളങ്ങളെ സ്വർഗ്ഗരതിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയത്? ആരാണ് അള്ളാന്റെ റസൂലിന്റെ തിരുശേഷിപ്പുകൾ വിറ്റ് കാശുണ്ടാക്കുന്നത്? ആരാണ് ജനങ്ങളോട് പച്ചക്കളവുകൾ പറയുന്നത്? ഈ പണ്ഡിതന്മാരെ കുറിച്ച് വരുന്ന വാർത്തകൾ മാത്രം പോരെ ഒരു സാധാരണക്കാരൻ ആലോചിക്കാൻ. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അള്ളാന്റെ മുമ്പിൽ നാളെ ചെല്ലുന്ന സമയത്ത് പടച്ചറബേ ഞങ്ങളെ പണ്ഡിതന്മാർ ഞങ്ങളോട് ഇത് പറഞ്ഞു, അതുകൊണ്ടാണ് ഖുതുബുസ്സമാന്റെ അടുക്കലേക്ക് ഞങ്ങൾ പോകാതിരുന്നത് എന്ന് പറയുമ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇത് മുഴുവനും നിങ്ങൾക്ക് മുമ്പിൽ അണിനിരത്തി ആകാശത്തിന്റെ ചുവട്ടിലെ ഈ വൃത്തികെട്ട ജന്തുക്കളെയാണോ നിങ്ങൾ പിൻപറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്ത് മറുപടിയാ പറയുക? എന്താ നിങ്ങൾ മറുപടി പറയാ? അത് പോരെ, അള്ള കാണിച്ചറിയില്ല ഈ മൂല്യന്മാർ ആരാണെന്ന്, ഈ പണ്ഡിത സഭകൾ ആരാണെന്ന്. അവർക്ക് ഈമാനുണ്ടോ? അവർക്ക് ഇസ്ലാമുണ്ടോ? അവർക്ക് ദീനുണ്ടോ? അവർക്ക് ആഖിറണ്ടോ? അവർക്ക് മരിക്കണമെന്നുള്ള പേടിയുണ്ടോ? എന്നാൽ ഈ വൃത്തികേട് അവർ ചെയ്യോ? ഈ വൃത്തികേടുകൾ മുഴുവൻ അവർ ചെയ്ത് ജീവിക്കോ? പണ്ഡിതന്മാരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആലോചിക്കുക. അള്ളാഹുവിന്റെ പ്രതിനിധികൾ വന്ന സമയത്ത്, തിരുപ്രകാശത്തിന്റെ പ്രതിരൂപങ്ങൾ വന്ന സമയത്ത് ലോകത്ത് 2 വിഭാഗമാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു വിഭാഗം അവരെ അംഗീകരിച്ചു, ഒരു വിഭാഗം അവരെ തിരസ്കരിച്ചു. നിങ്ങൾ ഏത് വിഭാഗത്തിൽ പെടുന്നു? അല്ലെ നിങ്ങൾ കിതാബ് നോക്കി, നിങ്ങളെ മുമ്പിലുള്ള നിങ്ങളെ കിതാബ് നോക്കിയിട്ട് നിങ്ങളൊന്ന് പറഞ്ഞു തരി, ഈ മാർഗം തെറ്റാണ്, ഈ വഴി തെറ്റാണ്, ഇത് ശരിയല്ല എന്ന് നിങ്ങളൊന്ന് ചൂണ്ടിക്കാണിച്ചു തരൂ. അത് പറയാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ ജനങ്ങളെ ഈ സത്യത്തിലേക്ക് വഴി നടത്തൂ. ഇല്ലെങ്കിൽ ഖുതുബുസ്സമാൻ ദഅവത്ത് ചെയ്തു അവസാനം മുന്നറിയിപ്പ് നൽകുകയാണ് അപകടത്തെക്കുറിച്ച്. ആത്യന്തികമായി ദുനിയാവിൽ വെച്ച് തന്നെ സംഭവിക്കാൻ പോകുന്ന അപകടത്തെക്കുറിച്ചാണ് ഖുതുബുസ്സമാൻ മുന്നറിയിപ്പ് നൽകുന്നത്. നാളെ അള്ളാഹിന്റെ മുമ്പിൽ ഞങ്ങളെ സംഘടന, കാരണം സംഘടനകൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിൽ ഒരു പരിപാടിയില്ല. സംഘടനകൾ പറഞ്ഞതുകൊണ്ടാണ്, ദക്ഷിണ പറഞ്ഞതുകൊണ്ടാണ്, സമസ്ത പറഞ്ഞതുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ രക്ഷപ്പെടാൻ കഴിയില്ല. അവർ പോലും ഈ സമസ്ത എന്ന് പറഞ്ഞ ആരെ കൊണ്ടുവരാ? അങ്ങനെ ഒരു സാധനം അള്ളാഹിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ ഉണ്ടാവോ? ഇല്ല. അതേ സമയത്ത് വളരെ വ്യക്തമായി അവിടുത്തെ ജീവിതം ഒക്കെ വളരെ ചെറുപ്പത്തിൽ പിന്നെ അള്ളാഹുവിനെ കിട്ടാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച് ത്വരീഖത്തിന്റെ മശായിഖന്മാരുടെ ചരിത്രങ്ങളിലൊക്കെ പറയുന്നത് പോലെ ഇറങ്ങിത്തിരിച്ച് രാജാതിരാജനായ റബ്ബിനെ കണ്ടുമുട്ടി അള്ളാഹുവിന്റെ ലിഖാഇനുള്ള അവസരം ലഭിച്ച് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് പറയുന്ന പരിശുദ്ധമായ ആ ദിക്ർ അത് സ്വീകരിച്ച് അത് നമ്മുടെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ പരിവർത്തിപ്പിച്ച് ഈമാനോടുകൂടി മരിക്കാൻ കഴിയുന്ന അവസ്ഥ. ഞാൻ അതും കൂടി പറഞ്ഞിട്ട് നിങ്ങൾ ആലോചിക്കും, ഇപ്പോൾ ഉസ്താദുമാർ പണ്ഡിതന്മാരൊക്കെ മരിക്കുമ്പോൾ അവരെ മരണം ശരിയാകണം എന്നുള്ളതും ഖുതുബുസ്സമാനാണ് കേരളത്തിന് പഠിപ്പിച്ചു കൊടുത്തത്. അതുകൊണ്ട് ഇപ്പൊ ആകെ കുടുങ്ങിയിരിക്കുകയാണ്. ഏത് ഉസ്താദുമാർ മരിച്ചാലും മറ്റേ എന്താ തലീക്കെട്ട് കണ്ട ആളുകൾ ഹോ പച്ച ഒല്ലി തരക്കടില്ല. പിന്നെ കുറച്ച് ദുആ ചെയ്യുന്ന സമയത്ത് ക്യാൻസർ അത് ഇത് എന്നൊക്കെ പറഞ്ഞ കണ്ണ് പൊന്തിച്ചും കണ്ണ് ഉയർത്തി അടച്ചും ഒക്കെ ചുണ്ടുകൊണ്ട് ഖുതുബുസ്സമാന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഹനുമാന്റെ ചില കളികളും കടത്തിയ ആളുകള് തരക്കടില്ല, ഇത് ഉഷാറന്നാണല്ലോ എന്ന് വിചാരിച്ചു. ഇപ്പൊ ആളുകൾ എന്താ, നമ്മൾ ഉസ്താദ് എങ്ങനെ മരിച്ചത്? ഉസ്താദ് മരിച്ചപ്പോ ഓർമ്മ ഉണ്ടായിരുന്നോ? ഉസ്താദ് ദിക്റല്ലായിരുന്നോ? അതിന് ഉസ്താദിന്റെ മുമ്പിൽ ആരാ ഉള്ളത്? ഉസ്താദ് ICU കിടന്നിട്ടല്ലേ ഇപ്പൊ ICUവിന്റെ മുമ്പിൽ ക്യൂ നിൽക്കുകയാണ്. ICUവിന് മുമ്പിൽ ക്യൂ നിൽക്കുകയാണ്. ഈ സംഘടനകൾക്ക് ഒരു പക്ഷേ നല്ല ഹോസ്പിറ്റൽ നിർമ്മിക്കായിരിക്കും. എന്നിട്ട് ആരാ മുമ്പിലുള്ളത്? മലക്കുകൾ ഇറങ്ങി വരുന്നതിന് പകരം മലക്കുകളല്ല, ചില മതക്കാരുടെ ഭാഷയിൽ അല്ലെങ്കിൽ ചില സാഹിത്യകാരന്മാരുടെ ഭാഷയിൽ പറഞ്ഞാലുള്ള മാലാക്കമാർ. അവരുടെ തിരു സാന്നിധ്യത്തിലാണ് മരിക്കുന്നത്, ഉസ്താദുമാര് മരിക്കുന്നത്. എന്നിട്ട് എന്താ, വലിയൊരു ഉസ്താദിനെ കുറിച്ച് ഒരു പിന്നെ സോഷ്യൽ മീഡിയയിൽ ഞാൻ വായിച്ചത് ഒരുപാട് പറയാണ്ട്. ഒരു ഉസ്താദിനെ കുറിച്ച് പറയുകയാണ്, എന്താ കാരണം ഉസ്താദ് മരിച്ചത് എങ്ങനെയാണെന്ന് അറിയില്ല. ഉസ്താദ് മരിച്ചപ്പോ മുസ്ലിം അല്ല, അമുസ്ലിമാണ് കൂടെയുള്ളത്. അദ്ദേഹം പറഞ്ഞു, വലിയ സൗഭാഗ്യമായി കേരളത്തിലെ വലിയൊരു പണ്ഡിതനെ മരിപ്പിക്കാൻ എനിക്ക് സാധിച്ചല്ലോ അല്ലെ. അതുകൊണ്ട് ഉസ്താദ് മരിച്ചത് എങ്ങനെയെന്ന് അറിയില്ല. എന്നിട്ട് പറയുകയാണ്, ഉസ്താദ് മരണപ്പെടുന്നതിന്റെ തലേന്ന് കിതാബ് ഓതി അവിടെ ഇങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ ആലോചിച്ചിരുന്നിരുന്നു. അങ്ങനെ ഒരു കറാമത്ത്, ഉസ്താദിന്റെ വലിയ കറാമത്ത്. മരിക്കുമ്പോ എങ്ങനെയാ മരിച്ചത് അറിയില്ല, ഓർമ്മ ഉണ്ടായിരുന്നോ അറിയില്ല, നിലവിളിച്ചാണ് പോയത്, ദിക്ർ ചൊല്ലിയിരുന്നോ, മുഹമ്മദ് റസൂലുള്ളാഹി പോയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിരുന്നോ അറിയില്ല, ഒന്നും അറിയില്ല. എന്താ നടന്നത് ഇവർക്ക് ആർക്കും അറിയില്ല. പിന്നെ എന്താ അറിയാ, ഉസ്താദ് ഇത് കിതാബ് ഓതിയിട്ട് ദർസിൽ ഇങ്ങനെ കുറച്ച് സമയം ഇരുന്നിരുന്നു. ഏത് ഉസ്താദുമാരായാലും ഇതിങ്ങനെ ഓതി കൊടുക്കുമ്പോൾ കുറച്ച് ആലോചിക്കല്ലേ, പഠിച്ച റബ്ബേ
എന്നൊരു പക്ഷെ ഉസ്താദ് ആലോചിച്ചിട്ടുണ്ടാവും. അൽഹംദുലില്ലാ. അതാണോ വലിയ കറാമത്ത്? ഞാൻ പറയുന്നത് ഖുത്ബുസ്സമാന്റെ ഒരു മുരീദിന്റെ മരണത്തിന്റെ ചരിത്രമെങ്ങാനും നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ, ആ ചിത്രമെങ്ങാനും നിങ്ങൾ കാണുകയാണെങ്കിൽ, നിങ്ങളുടെ വലിയ ഉസ്താദുമാരുടെ മരണത്തിന്റെ മുമ്പിൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. സാധാരണക്കാരനായ ഒരു മുരീദിന്റെ മരണം, എന്റെ മുരീദന്മാര് മരിക്കുന്നത് നോക്കി. സമസ്തക്ക് പറയാൻ കഴിയോ? ദക്ഷിണക്ക് പറയാൻ കഴിയോ? എപിക്ക് പറയാൻ കഴിയോ? ഈക്കയ്ക്ക് പറയാൻ കഴിയോ? തുബ്ലീഗിന് പറയാൻ കഴിയോ? അത് പറയാൻ കഴിയുന്ന ഒരേ ഒരു നായകൻ ഖുത്ബുസ്സമാൻ ഷെയ്ഖ് യൂസുഫ് സുൽത്താൻ ഷെയ്ഖ് ഖാദിർ ചിശ്തി മഹാനവറുകളെ ആവർത്തിച്ച് പറയുന്നു, എന്റെ മുരീദിന്റെ മരണം നിങ്ങൾ നോക്കൂ. പരിശുദ്ധ തൗഹീദ് ഉച്ചരിച്ച് പുഞ്ചരിച്ച് മരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് പറയട്ടെ. നിങ്ങളത് പറഞ്ഞാ വല്യുസ്താദിന്റെ മരണത്തിന്റെ ചിത്രമായിട്ട് അനുയായികൾ ഇങ്ങോട്ട് വരും, എന്നിട്ട് ഇങ്ങനെ കറാമത്ത് ഉണ്ടാക്കി പറയാം. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. ഈ കാലഘട്ടത്തിന്റെ നവോത്ഥാന നായകനും ഔലിയാക്കളുടെ അഭിവന്യ ജേതാവുമായ ഖുത്ബുസ്സമാൻ മഹാനവറുകളെ, അഭിവന്യരായ ഇവിടുത്തെ ഖലീഫമാരെ, വേദിയിൽ ഉപവിഷ്ടരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, ആദരണീയരായ സത്യവിശ്വാസികളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ ശ്രോതാക്കളെ, ഡിസംബർ 2-ാം തീയതി കാസർഗോഡ് നിന്ന് തുടക്കം കുറിച്ച മീലാദ് ക്യാമ്പയിന്റെ സമാപന സംഗമത്തിലാണ് നാം സംഗമിച്ചിരിക്കുന്നത്. ഈ ക്യാമ്പയിനിൽ ജീലാനി സ്റ്റഡി സെന്റർ ഉയർത്തിപ്പിടിച്ച പ്രമേയം തിരുപ്രകാശം നിത്യവസന്തം എന്നുള്ളതാണ്. ഈ പ്രമേയത്തെ അധികരിച്ച് കേരളത്തിലും കേരളത്തിന് പുറത്തും വിദേശ രാഷ്ട്രങ്ങളിലുമൊക്കെയായി വൻ ജനപങ്കാളിത്തത്തോടുകൂടെ നിരവധി പരിപാടികൾ സംഘടിപ്പിക്കപ്പെടുകയുണ്ടായി. ഈ പരിപാടിയുടെ സമാപനമാണ് ഖുത്ബുസ്സമാൻ എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിന്റെ തിരുപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ സമാപനം കുറിക്കുന്നത്. ഈ പ്രമേയത്തിന്റെ സമാപനമാണ് നടക്കുന്നത് എങ്കിലും ഉജ്ജ്വലമായ ഉന്നതമായ കാലിക പ്രാധാന്യമർഹിക്കുന്ന വലിയൊരു സന്ദേശം സമൂഹത്തിന് കൈമാറുന്നതിന്റെ തുടക്കവും കൂടിയാണ് ഈ പരിപാടി. അല്ലാഹുവിന്റെ ദുനിയാവിൽ, ഈ പ്രപഞ്ചത്തിൽ ഇന്ന് നമുക്ക് ലഭിക്കുന്നതിൽ വെച്ച് ഏറ്റവും ഉന്നതനായ, ഏറ്റവും പരിശുദ്ധനായ അത്യുന്നത വ്യക്തിത്വം ഖുത്ബുസ്സമാൻ മഹാനവറുകളുടെ ലളിതമായ ഭാഷയിൽ നടത്തിയ ഉദ്ഘാടന പ്രഭാഷണത്തിൽ സകല ആളുകളും മനസ്സിലാക്കി വെക്കേണ്ട ചില സുപ്രധാനമായ കാര്യങ്ങളിലേക്ക് സൂചനകൾ മാത്രം നൽകുകയുണ്ടായി. നമ്മുടെ പ്രമേയം തിരുപ്രകാശം നിത്യവസന്തം എന്നുള്ളതാണ്. സംഘടനകളെ അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങളെ ഇതുപോലെയുള്ള ക്യാമ്പയിനുകൾ നടത്തുമ്പോൾ അവരേതെങ്കിലും ഒരു പ്രമേയം എടുത്ത് പ്രഭാഷണം നടത്താൻ അല്ലെങ്കിൽ എഴുതാൻ ഏതെങ്കിലുമൊക്കെ പ്രമേയങ്ങൾ എടുത്ത് സമൂഹത്തിൽ സമർപ്പിക്കാറുണ്ട്. എന്നാൽ ജീലാനി സ്റ്റഡി സെന്റർ പരിശുദ്ധമായ റബീഉൽ അവ്വലിനോടനുബന്ധിച്ച് ഈ ഒരു പ്രമേയം സമൂഹത്തെ മധ്യത്തിലേക്ക് ഇട്ടുകൊടുത്തത് കേവലം ഒരു പ്രമേയത്തിന് വേണ്ടിയുള്ള പ്രമേയമോ ഒരു ക്യാമ്പയിനിന് വേണ്ടിയുള്ള ക്യാമ്പയിനോ അല്ലെങ്കിൽ ഒരു സംഘടനയുടെ സന്ദേശം ഉയർത്തിപ്പിടിക്കാനോ അല്ല, മറിച്ച് വ്യക്തമായ ഒരു സന്ദേശം
വിജയത്തിന്റെ അത്യുന്നതമായ സൂത്രവാക്യം മാനവ സമൂഹത്തിൽ എക്കാലത്തും നിലനിൽക്കുന്ന തിരുപ്രകാശത്തിന്റെ സമകാലിക വ്യക്തിത്വത്തെ, സമകാലിക പ്രതിപുരുഷനെ, സമകാലിക തിരുപ്രകാശത്തിന്റെ പ്രതിരൂപത്തെ സമൂഹത്തിൽ സമർപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു പ്രമേയവുമായി ജീലാനി സ്റ്റഡി സെന്റർ ഇറങ്ങിത്തിരിച്ചത്. ഖുത്ബുസ്സമാൻ തന്റെ ലളിതമായ പ്രഭാഷണത്തിലൂടെ, സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞ പ്രഭാഷണത്തിലൂടെ ഒരു തിരുപ്രകാശം സമൂഹത്തിന് സമർപ്പിക്കേണ്ട ഉന്നതമായ സന്ദേശമാണ് കൈമാറിയത്. എന്താണ് ഈ തിരുപ്രകാശം എന്ന് പറയുന്നത്? ഏതാണ് ഈ തിരുപ്രകാശം? നാം ആലോചിക്കുക, നാം ചിന്തിക്കുക. ഇന്ന് മനുഷ്യലോകം, മാനവലോകം അതിരൂക്ഷമായ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ലോകരാഷ്ട്രങ്ങൾ മൊത്തം പ്രതിസന്ധിയിലാണ്. അമേരിക്കയായാലും ജപ്പാനായാലും ചൈനയായാലും റഷ്യയായാലും ഇന്ത്യയായാലും ഗൾഫ് രാഷ്ട്രങ്ങളായാലും എവിടെയും പ്രയാസങ്ങളാണ്, പ്രതിസന്ധികളാണ്. ഇനി കുടുംബജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെന്നാലോ അവിടെ പ്രശ്നങ്ങളാണ്, പ്രതിസന്ധികളാണ്. വൈയക്തിക ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോഴും ആളുകൾക്ക് പറയാനുള്ളത് പ്രയാസങ്ങളെ കുറിച്ചും പ്രതിസന്ധികളെ കുറിച്ചുമാണ്. ഇന്ത്യ മഹാരാജ്യം അതിരൂക്ഷമായ ഒരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ആളുകൾ നെട്ടോട്ടമോടുകയാണ്. ഈ രാജ്യം എങ്ങോട്ടാണ് പോകുന്നത്? ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? സാമ്പത്തികതയുടെ അത്യുന്നതങ്ങളിൽ ജീവിച്ചിരുന്ന ആളുകൾ പോലും രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സമയത്ത് എവിടെയാണ് രക്ഷയുടെ മാർഗം എന്ന് ആലോചിച്ച് നെട്ടോട്ടമോടുകയാണ്. നാം ആലോചിക്കുക, ഇത്തരം പ്രതിസന്ധികളെ മാനവകുലത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ ചരിത്രത്തിലുടനീളം കാണാൻ കഴിയും. മനുഷ്യ ചരിത്രത്തിന് ഒരു പുതുമയുള്ള കാര്യമല്ല പ്രതിസന്ധികള്, പ്രശ്നങ്ങള്, പരീക്ഷണങ്ങള്, കലാപങ്ങള്, പ്രകൃതി ദുരന്തങ്ങള്, ഭരണവർഗത്തിന്റെ ക്രൂരമായ പീഡനങ്ങള്, മർദ്ദനങ്ങള്. അതൊരു ചരിത്രത്തിന്റെ ആവർത്തനങ്ങൾ മാത്രമാണ് മനുഷ്യ ചരിത്രത്തിൽ ധാരാളം കണ്ടെത്താൻ കഴിയും. പക്ഷേ നാം ആലോചിക്കുക, പ്രയാസങ്ങൾക്കിടയില്, പ്രതിസന്ധികൾക്കിടയില് മാനവ സമൂഹം രക്ഷയുടെ, വിമോചനത്തിന്റെ മാർഗം കണ്ടെത്തിയത് എങ്ങനെയായിരുന്നു? അത് അള്ളാഹുവിന്റെ, ദൈവത്തിന്റെ ഭാഗത്തിൽ നിന്ന് വന്ന് ആത്മീയ പുരുഷന്മാരുടെയായിരുന്നു. ഭാരതം എന്ന് പറയുന്നത് ഇവിടെ പ്രഭാഷണം നടത്തിയ ആളുകളെ സൂചിപ്പിക്കുകയുണ്ടായി. ഭാരതത്തിന്റെ സംസ്കാരം ആത്മീയ പുരുഷന്മാർക്ക് ജന്മം നൽകിയ സംസ്കാരമാണ്. ഈ മണ്ണ് ആത്മീയ പുരുഷന്മാർക്ക് ജന്മം നൽകിയ മണ്ണാണ്. ഈ മണ്ണ് ആത്മീയ പുരുഷന്മാരെ സ്വീകരിച്ച മണ്ണാണ്. ഈ മണ്ണ് ആത്മീയ പുരുഷന്മാരുടെ ചരിത്രം പറയുന്ന മണ്ണാണ് ഭാരതത്തിന്റെ മണ്ണ് എന്ന് പറയുന്നത്. ലോകത്തിൽ ഒരുപാട് ആത്മീയ പുരുഷന്മാർ വന്നിട്ടുണ്ട്, ദൈവത്തിന്റെ പ്രതിനിധികൾ വന്നിട്ടുണ്ട്, ദൈവത്തിന്റെ ആളുകൾ വന്നിട്ടുണ്ട്. എന്താ ഈ ആളുകളുടെ പ്രത്യേകത? അവരൊക്കെ അല്ലാഹ് ഖദ് ജാഅക്കും മിനല്ലാഹി നൂറും വകിതാബും മുബീൻ എന്ന് പറയുന്ന പുണ്യപ്രവാചകരെന്ന് പറയുന്ന തിരുപ്രകാശത്തിന്റെ പ്രതിനിധികളായിരുന്നു, അതിന്റെ പ്രതിരൂപങ്ങളായിരുന്നു. ലോകത്ത് വന്ന് പുണ്യപുരുഷന്മാർ മുഴുവനും 1.25 ലക്ഷത്തോളം വരുന്ന പ്രവാചകന്മാരാണെങ്കിലും, അതിനുശേഷം വന്ന അള്ളാഹുവിന്റെ ഔലിയാക്കളാണെങ്കിലും, ത്വരീഖത്തിന്റെ മശായിഖന്മാരാണെങ്കിലും അവരൊക്കെയും ഈ തിരുപ്രകാശത്തിന്റെ, ഈ തിരുനൂറിന്റെ പ്രതിനിധികളായിരുന്നു. അതുകൊണ്ട് തന്നെ അപകടങ്ങൾ ഉണ്ടാകുമ്പോ അവർ അപകടത്തെക്കുറിച്ച് സമൂഹത്തിന് മുന്നറിയിപ്പ് നൽകി. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം നിങ്ങൾ ആലോചിച്ചു നോക്കൂ. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ സമൂഹത്തോട് പറഞ്ഞു, അപകടം വരുന്നുണ്ട്, ദുരന്തം വരാനിരിക്കുന്നുണ്ട്, ഞാൻ അള്ളാഹുവിന്റെ ആളാണ്, ഞാൻ അള്ളാഹുവിന്റെ പ്രതിനിധിയാണ്. 950 വർഷക്കാലം നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇത് വിളിച്ചു പറഞ്ഞപ്പോഴും നൂഹ് നബിക്ക് കിട്ടിയതാരെയാണ്? വിരല് കൊണ്ട് എണ്ണി തീർക്കാൻ കഴിയുന്ന തുച്ഛം വരുന്ന ആളുകളെയാണ്. സ്വന്തം ഭാര്യ പോലും അപ്പുറത്ത് നിന്ന് പറഞ്ഞു നൂഹ് നീ കള്ളനാണ്. സ്വന്തം മക്കൾ പോലും പ്രതികരിച്ചു നൂഹ് നീ കള്ളനാണ് എന്ന് പറഞ്ഞു. പക്ഷേ അള്ളാഹുവിന്റെ ശിക്ഷ വന്നു, വെള്ളപ്പൊക്കം വന്നു. ഈ ഭൂമി മുഴുവനും വെള്ളപ്പൊക്കത്തിലായി. ആ സമയത്ത് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കപ്പൽ നിർമ്മിച്ചിട്ട് പറഞ്ഞു, ഇർകബ് അനാ, നമ്മുടെ കൂടെ ഈ കപ്പലിൽ കയറുക മക്കളെ എന്ന് പറഞ്ഞു. സുരക്ഷയുടെ, വിജയത്തിന്റെ, സുരക്ഷിതത്വത്തിന്റെ ഒരു മാർഗം നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ സമൂഹത്തിന് കാണിച്ചു കൊടുത്തു. ഫറോവ എന്ന് പറയുന്ന ക്രൂരനായ ഭരണാധികാരിയുടെ ക്രൂരമായ മർദ്ദന പീഡന താണ്ഡവങ്ങൾക്ക് വിധേയമായ ബനൂ ഇസ്രായേൽ സമൂഹത്തിന്റെ മുമ്പിലേക്ക് അവരാക്രമിക്കപ്പെടുകയാണ്, അവര് പീഡിപ്പിക്കപ്പെടുകയാണ്. അവരുടെ പിഞ്ചോമന മക്കളെ ഫറോവയുടെ കിങ്കരന്മാര് കൊന്നെടുക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുന്ന സമയത്ത് ഫറോവ എന്ന് പറയുന്ന ഈ ക്രൂര ഭരണാധികാരിയുടെ പീഡനത്തിന് വിധേയമാകുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുമ്പോഴാണ് ദൈവത്തിന്റെ പ്രതിനിധിയായി
അള്ളാഹുവിന്റെ പ്രതിനിധിയായി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ് ബനൂ ഇസ്രായേൽ സമൂഹത്തോട്, എന്റെ കൂടെ നിൽക്കുക, എന്റെ കൂടെ നിൽക്കുക, ഞാൻ അള്ളാഹുവിന്റെ ദൂതനാണ്, ഞാൻ അള്ളാഹുവിന്റെ പ്രതിനിധിയാണ്, ഞാൻ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വന്ന് ആത്മീയ പുരുഷനാണ്, എന്റെ കൂടെ നിൽക്കുക എന്ന് പറയുന്നു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൂടെ നിന്ന് ആ സമൂഹം രക്ഷപ്പെടുന്നു. അതാണ് ലോകത്തിന്റെ ചരിത്രം. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വലിയൊരു ക്ഷാമത്തെ കുറിച്ച് മുന്നറിയിപ്പ് നൽകി. ഓരോ പ്രവാചകന്മാരുടെ ചരിത്രം പരിശോധിച്ചാലും ഇത് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുന്ന സമയത്ത് ആത്മീയ പുരുഷന്മാരുടെ, ദൈവത്തിന്റെ, അള്ളാഹുവിന്റെ പ്രതിനിധിയെ അംഗീകരിക്കുക, അത് മാത്രമേ വഴിയുള്ളൂ. അതാ വഴി. അതാ ഖുത്ബുസ്സമാൻ മഹാനവറുകളെ തന്റെ പ്രഭാഷണത്തിൽ സൂചിപ്പിച്ചത്. പ്രവാചക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിയോഗത്തോടു കൂടി പ്രവാചക പരമ്പരയ്ക്ക് പരിസമാപ്തി കുറിച്ചു. എന്നാൽ അതിന്റെ ശേഷം അള്ളാഹുവിന്റെ ഔലിയാക്കൾ വന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഔലിയാക്കൾ, അള്ളാഹു അവന്റെ പ്രവാചകന്മാരെ, അമ്പിയാക്കളെ പറഞ്ഞേക്കുന്ന സമയത്ത് തന്നെ അള്ളാഹു തആല ഈ തിരുപ്രകാശവുമായി കരാറ് ചെയ്യിപ്പിച്ചതിന്റെ ശേഷം ഈ തിരുപ്രകാശത്തിന്റെ പ്രതിനിധികളായി, അതിന്റെ പ്രതിപുരുഷന്മാരായിട്ടാണ് ഈ പ്രവാചകന്മാർ ലോകത്ത് കടന്നു വരുന്നത്. പരിശുദ്ധ ഖുർആൻ ആ ഭാഗം സൂചിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ സുപ്രധാനമായ 2 കരാറുകളെ കുറിച്ചാണ് പറയുന്നത്. അതിലൊരു കരാറിനെ കുറിച്ച് ബഹുമാനപ്പെട്ട ഖുത്ബുസ്സമാൻ വളരെ വ്യക്തമായി നിങ്ങൾക്ക് പഠിപ്പിച്ചു തരികയുണ്ടായി. കരാർ ആത്മാക്കളുടെ ലോകത്ത് വെച്ച്, ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുകയല്ല, ആത്മാക്കളുടെ ലോകത്ത് വെച്ച് മനുഷ്യൻ നടത്തിയ കരാർ ഇതേതെങ്കിലും പണ്ഡിതന്റെ വാക്കുകളല്ല, ഇതേതെങ്കിലും ചരിത്ര പുസ്തകത്തിൽ നിന്ന് എടുത്തുദ്ധരിക്കുകയല്ല, ഇതാരെങ്കിലും എഴുതി വെച്ചതല്ല. പ്രപഞ്ചനാഥൻ, സൃഷ്ടാവ് റബ്ബുൽ ഇസ്സത്ത്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആത്മാക്കളുടെ ലോകത്ത് വെച്ച് നടത്തിയ കരാറിനെ കുറിച്ച് വളരെ വ്യക്തമായി പരിശുദ്ധ ഖുർആനിൽ പറയുന്നു. ഖുർആനിന്റെ ആളുകളാണ് ഞങ്ങൾ, ഖുർആനിന്റെ ആളുകളാണ് ഞങ്ങൾ, സുന്നത്തിന്റെ ആളുകളാണ് എന്ന് പറയുന്ന ആളുകൾക്ക് ആത്മാക്കളുടെ ലോകത്ത് വെച്ച് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആത്മാക്കളെ കൊണ്ട് നടത്തിപ്പിച്ച് ഈ കരാറിനെ കുറിച്ച് എന്ത് പറയാനുണ്ട്? ഖുർആൻ സർവജനീനമല്ലേ? ഖുർആൻ കാലികമല്ലേ? ഖുർആൻ ഏത് കാലത്തും ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ലേ? എന്തിനെ ആത്മാക്കളുടെ ലോകത്ത് വെച്ച് അള്ളാഹു ഒരു കരാറ് ചെയ്യിപ്പിച്ചു? അള്ളാഹ് ഒരു പണി ചെയ്യുമ്പോ അത് വെറുതെ ചെയ്യൂലല്ലോ, വെറുതെ ചെയ്യില്ല. എന്തിനാ കരാർ ചെയ്യിപ്പിച്ചു? ഖുത്ബുസ്സമാൻ മഹാനവറുകൾ വളരെ ലളിതമായ ഭാഷയിൽ സൂചിപ്പിക്കുകയുണ്ടായി. ആത്മീയതയുടെ ലോകത്തേക്ക് ഇറങ്ങിച്ചെന്ന ഖുത്ബുസ്സമാൻ ഔസുല്ലാദമിന്റെ തിരുസാന്നിധ്യത്തിൽ, ബഗ്ദാദിൽ ഔസുല്ലാദമിന്റെ തിരുസാന്നിധ്യത്തിൽ അണഞ്ഞ സമയത്ത് മഹാനവറുകൾ പറഞ്ഞു, ഔസുല്ലാദം എന്നോട് നിർദ്ദേശിക്കുകയാണ്, കരാറ് പുതുക്കുന്നത് വരെ യാത്ര തുടരുക, കരാറ് പുതുക്കുന്നത് വരെ യാത്ര തുടരുക. ഖുത്ബുസ്സമാൻ ആ യാത്ര തുടരുകയാണ്. മടവൂരിനോട് ചോദിച്ചു, വടകരയോട് ചോദിച്ചു, കക്കിടപ്പുറത്തോട് ചോദിച്ചു, യുപിയിലെ, മഹാരാഷ്ട്രയിലെ, ഉത്തരേന്ത്യയിലെ ഒട്ടനവധി പണ്ഡിതന്മാരോട് ചോദിച്ചു, ഔലിയാക്കളോട് ചോദിച്ചു, ആത്മീയ പുരുഷന്മാരാണെന്ന് പറയപ്പെടുന്ന ആളുകളോട് ചോദിച്ചു. അവർക്കൊന്നും ഉത്തരം കിട്ടിയില്ല. അവസാനമാണ് അങ്ങ് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ബാദ്ഷാ ഖാദിരിയ എന്ന് പറയുന്ന പരിശുദ്ധ വ്യക്തിത്വം ശിവാപൂരിൽ വെച്ച് ആ ചോദ്യത്തിന് മറുപടി നൽകുന്നത്. അതിന്റെ ശേഷമാണ് ഈ സമൂഹത്തിന്റെ രക്ഷയുടെ സൂത്രവാക്യവുമായി ഖുത്ബുസ്സമാൻ രംഗത്ത് വരുന്നത്. എന്റെ പ്രഭാഷണം ശ്രദ്ധിക്കുന്ന ആളുകൾ പണ്ഡിതന്മാരുണ്ടാവും, സംഘടനയുടെ ആളുകളുണ്ടാകും. ഖുത്ബുസ്സമാൻ കരാറ് പുതുക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ എന്ത് കരാറ്, എന്ത് കരാറ് എന്ന് ആലോചിക്കുന്ന ആളുകളുണ്ടാകും. നിങ്ങള് മരിച്ചതിന്റെ ശേഷം മയ്യത്തിനെ കൊണ്ടുപോയി ഖബറിൽ കിടത്തി വെച്ച്, മൂടുകല്ല് വെച്ച്, ആ ഖബറിന്റെ മുകളിൽ വെച്ച് നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്ന ഒരു കരാറില്ലേ? കരാറ് മരിച്ചതിന്റെ ശേഷം നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു കരാറ്. ആ കരാറിനെ കുറിച്ചാണ് ഖുത്ബുസ്സമാൻ സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ അത്തരം ഒരു കരാർ ഇല്ലെങ്കിൽ, അതല്ല അത്തരം ഒരു കരാറ് പുതുക്കേണ്ട ആവശ്യമില്ലെങ്കിൽ വളരെ വ്യക്തമായി പരിഹസിക്കുകയല്ല, കളിയാക്കുകയല്ല, പുച്ഛിക്കുകയല്ല, പരിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ, മനുഷ്യലോകത്തിന്റെ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ, മുസ്ലിം ലോകത്തിന്റെ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ, ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ ഖുത്ബുസ്സമാൻ അത് സൂചിപ്പിക്കുകയുണ്ടായി. ആ കരാറിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്?
മുജാഹിദുകൾക്ക് വിശദീകരിക്കാം, ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് വിശദീകരിക്കാം, തബ്ലീഗുകാർക്ക് വിശദീകരിക്കാം, ദക്ഷിണക്കാർക്ക് വിശദീകരിക്കാം, AP വിഭാഗത്തിന് വിശദീകരിക്കാം, EK വിഭാഗത്തിന് വിശദീകരിക്കാം. എന്താ അതിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? അങ്ങനെ ഒരു കരാറില്ലേ? അങ്ങനെ ഒരു കരാറ് പുതുക്കേണ്ട ആവശ്യമില്ലേ? എന്താ നിങ്ങൾക്ക് ആ കരാറിനെ കുറിച്ച് പറയാനുള്ളത്? രണ്ടാമതൊരു കരാർ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. വഇദാ ഖദല്ലാഹു മീസാഖൻ നബിയ്യീൻ ലമാ ആതൈതുകും മിൻ കിതാബിൻ വഹിക്മ സുമ്മ ജാഅകും റസൂലുൻ മുസദ്ദിഖുൻ ലിമാ മഅകും ലതുഅ്മിനുന്ന ബിഹി വലതൻസുറന്ന ഖാല അഖറർതും വഅഖദതും അലാ ദാലികും മിസ്രി ഖാലു അഖറർനാ. പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന ഒരു കരാറ്, പ്രവാചകന്മാരുമായി നടത്തിയ ഒരു കരാറ്, എല്ലാ പ്രവാചകന്മാരെ കൊണ്ടും അള്ളാഹു കരാറ് ചെയ്യിപ്പിക്കുകയാണ്. സുമ്മ ജാഅകും റസൂലുൻ മുസദ്ദിഖുൻ ലിമാ മഅകും, നിങ്ങൾ അംഗീകരിക്കുന്ന നിങ്ങളുടെ കൂടെയുള്ളതിനെ സത്യമാക്കുന്ന അവസാനത്തെ ദൂതൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വരുന്ന സമയത്ത് ലതുഅ്മിനുന്ന ബിഹി, ആ റസൂലുള്ളാഹിനെ നിങ്ങൾ വിശ്വസിക്കണേ, ആ റസൂലുള്ളാഹിനെ നിങ്ങൾ അംഗീകരിക്കണേ, വലതൻസുറുന്നഹു, ആ നബിയെ നിങ്ങൾ സഹായിക്കണേ. എന്നിട്ട് അവരോട് ചോദിക്കുകയാണ്, ഇക്കരാറ് നിങ്ങൾ അംഗീകരിച്ചോ എന്ന് ചോദിക്കുന്നു. അവർ അംഗീകരിക്കുന്നു. അള്ളാഹു അതിന് സാക്ഷി നിൽക്കുന്നു. അങ്ങനെ നടത്തിയ ആ തിരുപ്രകാശത്തിന്റെ മുമ്പിൽ വെച്ച് നടത്തിയ ഒരു കരാറ്, അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രകാശം സൃഷ്ടിച്ച സമയത്ത് അതാ അള്ളാഹു തആല അമ്പിയാക്കളുടെ പ്രകാശങ്ങളോട് അള്ളാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പ്രകാശത്തെ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അമ്പിയാക്കളുടെ പ്രകാശങ്ങളിലേക്ക് നോക്കാൻ പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശം വന്നതോടുകൂടി അമ്പിയാക്കളുടെ പ്രകാശം അപ്രസക്തമാവുകയാണ്. ആ സമയത്ത് അവർ ചോദിക്കുന്നു, അല്ലാ ഇതാരുടെ പ്രകാശമാണ്? അല്ലാ രാജാതിരാജനായ തമ്പുരാനെ ഇതാരുടെ പ്രകാശമാണ് എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു തആല പറയുന്നു, അത് ലോകത്ത് അവസാനം വരുന്ന പ്രവാചകന്റെ പ്രകാശമാണ്. ആ പ്രവാചകനെ നിങ്ങൾ അംഗീകരിച്ചാലേ, ആ പ്രവാചകനെ നിങ്ങൾ സഹായിച്ചാലേ മുഹമ്മദുർ റസൂലുള്ളാഹില്ലേ, മുഹമ്മദുർ റസൂലുള്ള എന്ന് പറയുന്ന ദിക്റില്ലേ, ആ ദിക്റിനെ കുറിച്ച് പറയുമ്പോൾ സാധാരണക്കാരനായ നമ്മുടെ പ്രിയപ്പെട്ട ഇവിടെ പ്രസംഗിച്ചയാള്, എനിക്ക് അദ്ദേഹത്തെ പരിചയമില്ല, പക്ഷേ നാസർ മണക്കാട് എന്ന് പറയുന്ന നാസർ പനവൂർ എന്ന് പറയുന്ന സുഹൃത്തിന്റെ സാധാരണക്കാരനായ അദ്ദേഹത്തിന്റെ പ്രഭാഷണം കേട്ടപ്പോൾ ഞെട്ടിപ്പോയി, ഞാൻ ഞെട്ടിപ്പോയി. പണ്ഡിതന്മാരെ, നിങ്ങൾ കിതാബ് ഓതിയ ആളുകളല്ലേ? പണ്ഡിതന്മാരെ, നിങ്ങൾ ഖുർആൻ അർത്ഥം വെക്കുന്ന ആളുകളല്ലേ? പണ്ഡിതന്മാരെ, നിങ്ങളെ ഹദീസ് പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകളല്ലേ? പണ്ഡിതന്മാരെ, നിങ്ങൾ വഅദ് പറയുന്ന ആളുകളല്ലേ? പണ്ഡിതന്മാരെ, നിങ്ങൾ ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹുവിന്റെ കവിത പാടി കാശുണ്ടാക്കുന്ന ആളുകളല്ലേ? ബുർദ പാടി ആസ്വദിക്കുന്ന ആളുകളല്ലേ? ബുർദ പാടുന്ന സമയത്ത് അല്ലെങ്കിൽ ഇമാം ബൂസേരി റളിയല്ലാഹു അൻഹുവിന്റെ കവിത ആലപിക്കുന്ന സമയത്ത് നിങ്ങൾ ആളുകൾക്ക് പാടിക്കൊടുക്കാറില്ലേ? മുഹമ്മദുൻ ദിക്റുഹു റൂഹുൽ അൻഫുസിനാ മുഹമ്മദുൻ ശുക്റുഹു ഫർളുൻ അലൽ ഉമമി, അല്ലെങ്കിൽ മുഹമ്മദുൻ ദിക്റുഹു ഫർളുൻ അലൽ ഉമമി. ബൂസൂരി ഇമാമിന്റെ ബൈത്ത് ഇങ്ങനെ മധുരമായി പാടി 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 പാട്ടിന്റെ ആലയത്തിലേക്ക്, മസ്മരിക ശക്തിയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന സമയത്ത് എന്താണ് പരിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ, തിരുസുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ ആശിഖേ റസൂൽ ഇമാം ബൂസൈരി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു തരുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹി ഉണ്ടല്ലോ, മുഹമ്മദുർ റസൂലുള്ളാഹി ഉണ്ടല്ലോ, മുഹമ്മദുർ റസൂലുള്ളാഹി ഉണ്ടല്ലോ. മുഹമ്മദുൻ ദിക്റുഹു റൂഹുൽ അൻഫുസിനാ, ആ മുഹമ്മദ് എന്ന് പറയുന്ന, മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് പറയുന്ന ആ ദിക്ർ, അത് നമ്മളുടെ ആത്മാക്കളുടെ ആത്മാവാണ്, അത് നമ്മുടെ ആത്മാക്കളുടെ ആത്മാവാണ്, അത് നമ്മുടെ ജീവന്റെ ജീവനാണ്. നിന്റെ ശരീരം നിലനിൽക്കാൻ ജീവൻ ആവശ്യമാണെങ്കിൽ, നിന്റെ ശരീരം നിലനിൽക്കാൻ ആത്മാവ് ആവശ്യമാണെങ്കിൽ, ആത്മാവിനൊരു ജീവൻ ഉണ്ടെങ്കിൽ ആ ജീവൻ മുഹമ്മദുർ റസൂലുള്ളാഹിയാണ്. നിന്റെ റൂഹിനൊരു ജീവൻ ഉണ്ടെങ്കിൽ ആ ജീവൻ മുഹമ്മദുർ റസൂലുള്ളാഹിയാണ്. നിന്റെ ശ്വാസത്തിന്റെ ഒരു ദിക്ർ ഉണ്ടെങ്കിൽ ആ ദിക്ർ മുഹമ്മദുർ റസൂലുള്ളാഹിയാണ്. മുഹമ്മദുൻ ദിക്റുഹു ഫർളുൻ അലൽ ഉമമി, മുഹമ്മദ് എന്ന് പറയുന്ന ദിക്ർ അത് ഈ സമുദായത്തിന് നിർബന്ധമാണ്, ഫറളാണ്, നിർബന്ധമാണ് എന്ന് പാട്ടുപാടി പറയുന്ന പണ്ഡിതന്മാര്. ഖുത്ബുസ്സമാൻ എന്താണ് പറഞ്ഞത്? ഖുത്ബുസ്സമാൻ ചെയ്ത തെറ്റെന്താണ്? മുഹമ്മദുർ റസൂലുള്ളാഹ് ഒന്ന് ഹൃദയത്തോട് ചേർത്ത് വെക്കണം, അല്ലേ? എന്താ ഖുത്ബുസ്സമാൻ വന്നിട്ട് ഞാൻ വലിയൊരു പ്രസ്ഥാനം ഉണ്ടാക്കുകയാണ്, എന്നിട്ട് ഞാനിതാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോവുകയാണ്, എനിക്ക് MP ആവണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് MP ആവണം, മന്ത്രിയാവണം, MLA ആവണം എന്ന് ഖുത്ബുസ്സമാൻ പറഞ്ഞോ? നിങ്ങളെ വെല്ലുവിളിച്ചോ?
മറിച്ച് ഖുതുബുസ്സമാൻ ഈ സമുദായത്തോട് വന്നിട്ട്, ഞാൻ സാധാരണക്കാരനായ നാസറിന്റെ പ്രസംഗം കേട്ടപ്പോ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. പണ്ഡിതന്മാരെ, നിങ്ങൾക്ക് അതുപോരെ മുഹമ്മദ് റസൂൽ ഈ സമുദായം എന്താണിത്? ഖുതുബുസ്സമാൻ അന്ന് ആലുവയിൽ ഈ ക്യാമ്പയിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പ്രഭാഷണം നടത്തിയപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, മുഹമ്മദ് റസൂലുള്ളാനെ ഈ ദുന്യാവിന് വേണ്ടെങ്കിൽ ആ ദുന്യാവ് പിന്നെ ആർക്കും വേണ്ട. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഈ സമുദായത്തെ നിങ്ങൾ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ആ മുഹമ്മദും ദിക്റുഹു റൂഹുൽ അൻഫുസിന എന്ന് പറഞ്ഞപ്പോ ഖുതുബുസ്സമാൻ ലളിതമായ ഏത് സാധാരണക്കാരനും ആ മുഹമ്മദ് റസൂലുള്ള ചേർത്ത് വെക്കാൻ കഴിയുന്ന, മുഹമ്മദ് റസൂലുള്ള ഉച്ചരിച്ച് മരിക്കാൻ കഴിയുന്ന, ഖബറിൽ മുഹമ്മദ് റസൂലുള്ള കടന്നു വരുന്ന, സ്വർഗത്തിൽ മുഹമ്മദ് റസൂലുള്ളാന്റെ കൂടെ ഉല്ലസിക്കാൻ കഴിയുന്ന അത്യുന്നതമായ ഒരു ദിക്റ് ഈ പരിശുദ്ധ വ്യക്തിത്വം നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു എന്നുള്ളതാണോ ഖുതുബുസ്സമാൻ ചെയ്ത തെറ്റ്? നിങ്ങൾ എന്താ പറയേണ്ടത്? ഇത് സത്യമാണ് മക്കളെ. ഈ രാജ്യത്തെ ജനങ്ങളെ വിളിച്ച് നിങ്ങൾ പറയേണ്ടത് എന്താ? മക്കളെ, ഒരു നവോത്ഥാന നായകൻ നമുക്കിടയിൽ വന്നിട്ടുണ്ട്, ഒരു വിമോചകൻ നമുക്കിടയിൽ വന്നിട്ടുണ്ട്. വിമോചനത്തിന്റെ സൂത്രവാക്യമാണ് പഠിപ്പിച്ചു തരുന്നത്. ഞങ്ങൾ ഓതിപ്പടിച്ച കാര്യം, ഞങ്ങൾ പാടിപ്പറഞ്ഞ കാര്യം, ഞങ്ങൾ പ്രഭാഷണം നടത്തിയ കാര്യം, അതാണ് ഖുതുബുസ്സമാൻ നിങ്ങളോട് പറയുന്നത്. ഉൾക്കൊള്ളുക എന്ന് പറയേണ്ടതിന്റെ സ്ഥാനത്ത് നിങ്ങൾ എന്താ പറയുന്നത്? സാധാരണക്കാരോട് ഞാൻ പറയുകയാണ്, സാധാരണ ജനങ്ങളെ ഇത്തരം ലളിതമായ സത്യങ്ങൾ വിളിച്ചു പറയുന്ന സമയത്ത് അതിന്റെ ദുരന്തത്തെ കുറിച്ച് മഹാനവറുകൾ ഇവിടെ വളരെ വ്യക്തമായി വിശദീകരിക്കുകയുണ്ടായി. എന്റെ ശേഷം ബഹുമാനപ്പെട്ട അബ്ബാസ് വൈലി പ്രസംഗിക്കാനുണ്ടായത് കൊണ്ട് ഞാൻ ദീർഘിച്ച് സംസാരിക്കുകയല്ല. ചില സത്യങ്ങൾ ഖുതുബുസ്സമാൻ തുറന്നു പറയുകയുണ്ടായി. ഞാൻ ആലോചിക്കുകയാണ്, വളാഞ്ചേരി മങ്കേരി ഷെയ്ഖ് ജീലാനി ഇസ്ലാമിക് അക്കാദമിയിൽ നടന്ന് ജീലാനി സമ്മേളനത്തിൽ, കഴിഞ്ഞ വർഷം നടന്ന് ജീലാനി സമ്മേളനത്തിൽ മഹാനവറുകൾ ഒരു വർഷം മുമ്പ് വളാഞ്ചേരിയിൽ വന്ന് പ്രസംഗിക്കുന്ന സമയത്ത് മഹാനവറുകൾ തന്റെ പ്രഭാഷണത്തിൽ പറഞ്ഞു, ഇതാ വമ്പൻ സാമ്പത്തിക പ്രതിസന്ധി കടന്നു വരികയാണ്, സമ്പത്ത് ഞാൻ പിടിച്ചു വെക്കാൻ പോവുകയാണ്. പ്രഖ്യാപിച്ചതുപോലെ, റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ചതുപോലെ, അള്ളാഹുവിന്റെ അത്യുന്നതമായ പദവിയിൽ നിന്നും കൊണ്ട് ഖുതുബുസ്സമാൻ പറയുകയുണ്ടായി, പിടിച്ചു വെക്കാൻ പോവുകയാണ്. നിങ്ങൾ റെയ്ഡ് നടത്തിയില്ലേ? ലോകം അത് നേരിടാൻ പോവുകയാണ്. അത് കേട്ടപ്പോ എന്നെ പോലെയുള്ള തിരിയാത്ത മരമണ്ടന്മാർ വിചാരിച്ചു ഞാൻ എന്നെ കുറിച്ചാ പറയുന്നത്. അത് ആഗോള തലത്തിൽ അമേരിക്കയിൽ സാമ്പത്തിക പ്രതിസന്ധി, UAE സാമ്പത്തിക പ്രതിസന്ധി, സൗദി അറേബ്യയിലെ സാമ്പത്തിക പ്രതിസന്ധി, മാന്യം, ആ മാന്യത്തെ കുറിച്ചായിരുന്നു ഖുതുബുസ്സമാൻ പറയുന്നത് എന്ന്. പക്ഷേ ഇന്നോ എന്റെയും നിങ്ങളുടെയും വീടിന്റെ അടുക്കളയില് സാമ്പത്തിക മാന്യം വന്ന് കിടന്ന് കളിക്കുന്ന സമയത്ത് ഖുതുബുസ്സമാൻ ഞങ്ങൾ അങ്ങയോട് പറയുന്നത്, അന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ബദർ യുദ്ധത്തിൽ വെച്ച് നടത്തിയ ഒരു പ്രഖ്യാപനമുണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നടത്തിയ ഒരു പ്രഖ്യാപനമുണ്ട്. ഖുതുബുസ്സമാൻ വീണ്ടും ഈ പ്രതിസന്ധി കടന്നു വരുന്നതിന്റെ ദിവസങ്ങൾക്ക് മുമ്പ്, ആഴ്ചകൾക്ക് മുമ്പ് ആലുവ ജീലാനി ഷരീഫിൽ വെച്ച് നടത്തിയ, അവിടെ സ്വലാത്ത് മജ്ലിസിന്റെ ശേഷം നടത്തിയ നസീഹത്തിൽ ഖുതുബുസ്സമാൻ പറയുകയുണ്ടായി, ഒരു മാസം കൊണ്ട് ഇതാ മുതലാളിമാരെ മുതലൊക്കെ പിടിച്ചു വെക്കാൻ പോവുകയാണ്. ഈ വ്യാജ പണ്ഡിതന്മാരെ സഹായിക്കുന്ന സമ്പന്നരുടെ മുതല് പിടിച്ചു വെക്കാൻ പോവുകയാണ്, പിടിച്ചു കെട്ടാൻ പോവുകയാണ്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പ്രതിസന്ധി ഉണ്ടായപ്പോൾ ആളുകൾ നോക്കുക, എന്താ ചെയ്യേണ്ടത്? വളാഞ്ചേരിയിൽ വെച്ച് ഒരു വർഷം മുമ്പ് ശൈഖുന പറഞ്ഞു, ഒരു മാസം മുമ്പ് വളരെ വ്യക്തമായി പറഞ്ഞു, ഇതാ ഒരു മാസം കൊണ്ട് നടക്കാൻ പോവുകയാണ്. ഇതൊക്കെയല്ലേ ഒരു മുന്നറിയിപ്പുകാരന് നൽകാൻ കഴിയുന്നത്? അത് കേൾക്കുമ്പോ എല്ലാ ചരിത്രം നമുക്ക് പറയാൻ സുഖാണ്, ചരിത്രം പറയാൻ സുഖാണ്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വെള്ളപ്പൊക്കം വന്നു, അങ്ങനെ അന്ന് കുറച്ച് ആളുകൾ നൂഹ് നബിയുടെ കൂടെ കൂടി അവര് രക്ഷപ്പെട്ടു, മൂസാ നബിയുടെ കൂടെ കൂടി അവര് രക്ഷപ്പെട്ടു, ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശേഷം കൂടി പിന്നാലെ കൂടി അവര് രക്ഷപ്പെട്ടു. പക്ഷെ ആ സമകാലിക സമൂഹത്തോട് ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ വിഷയം പറഞ്ഞ സമയത്ത് പുച്ഛത്തോടെ പരിഹസിച്ചും കൊണ്ട് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിച്ചത് എന്താ? നൂഹ്, എന്നാ ശിക്ഷ ഇങ്ങോട്ട് വരട്ടെ, ആ ശിക്ഷ ഇങ്ങോട്ട് ഇറങ്ങട്ടെ, ഞങ്ങൾ ആ ശിക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞില്ലേ? ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു, ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു,
പരിഹാസ്യത്തോടുകൂടി. പക്ഷെ പിന്നെ അല്ലെങ്കിൽ എല്ലാ വിഷയത്തിലും അതന്നെയാണല്ലോ ഉള്ളത്, പിന്നെ അംഗീകരിക്കും, അതിന് പ്രശ്നം ഉണ്ടാവൂല. സമകാലികനായ ഒരു നായകനെ അംഗീകരിക്കാൻ ആ പ്രയാസം. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമൂഹം പറഞ്ഞില്ല. ആദം നബി കള്ളനാണ് എന്ന് പറഞ്ഞില്ല. ആദം നബിയെ തിരസ്കരിച്ചില്ല. അവര് തിരസ്കരിച്ചത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയാണ് തിരസ്കരിച്ചത്. മൂസാ നബി അലൈഹി സ്വലാത്തിന്റെ വസ്സലാമിന്റെ സമൂഹം അവര് നൂഹ് നബിയെ എതിർത്തില്ല, ആദം നബിയെ എതിർത്തില്ല, അവര് മൂസാ നബിയെയാണ് എതിർത്തത്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമൂഹം അവർ ഈസാ നബിയെ കുറിച്ച് ജാരസന്തതിയാണ് എന്ന് പറഞ്ഞു. മൂസാ നബി അവർ അംഗീകരിച്ചു, നൂഹ് നബി അവർ അംഗീകരിച്ചു, യൂസുഫ് നബി അവർ അംഗീകരിച്ചു, യാക്കൂബ് നബി അവർ അംഗീകരിച്ചു, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും അവർ അംഗീകരിച്ചു. പരിശുദ്ധ ഖുർആൻ അഹ്ലുൽ കിതാബ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്, കിതാബിന്റെ ആളുകള്. ആരായി കിതാബിന്റെ ആളുകൾ? വേദപണ്ഡിതന്മാർ. വലിയ വലിയ വേദപണ്ഡിതന്മാരുണ്ടായിരുന്നു. ഇന്നൊക്കെ എന്താ വലിയ ഉസ്താദുമാര് കിതാബ് ഇങ്ങനെ മേശന്റെ മുമ്പിൽ അട്ടിക്ക് വെച്ച് ഫോട്ടോ എടുത്ത് പീഡിപ്പിക്കുകയാണ്. ഇത് കണ്ടില്ലേ, ഞങ്ങള് കിതാബിന്റെ മുമ്പിലാണ് ഇരിക്കുന്നത് എന്ന് പറയുന്നു. കിതാബിന്റെ മുമ്പിലിരുന്നാൽ പോരാ, കിതാബിലുള്ളത് ഉള്ളിൽ വേണം. മുമ്പിലിരുന്ന് ഫോട്ടോ എടുത്ത് ആളുകളെ പറ്റിക്കുന്നവരെ നിങ്ങൾ ആലോചിക്കുക. നിങ്ങളെക്കാളും വലിയ കിതാബിന്റെ ആളുകളായിരുന്നു അഹ്ലുൽ കിതാബ്. അഹ്ലുൽ കിതാബ് സയ്യിദുനാ വ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കടന്നു വരുന്നത് വരെ അവർ നബി തങ്ങളെ കൊണ്ട് തവസ്സുലാക്കി പ്രാർത്ഥിച്ചു, നബി തങ്ങളെ ഇടയാളനാക്കി അവർ പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ അല്ലാഹുവിന്റെ റസൂൽ വരുന്ന സമയത്ത് ഞങ്ങൾ നബി തങ്ങളെ അംഗീകരിക്കും എന്നവർ പ്രഖ്യാപിച്ചു. പക്ഷേ ഫലമ്മാ ജാഅഹും മാ അറഫു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന സമയത്ത് യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും, മക്കളെ തിരിച്ചറിയുന്നത് പോലെ അഹ്ലു കിതാബിന്റെ ജൂതന്മാർക്ക് അല്ലാഹുവിന്റെ റസൂലിനെ അറിയാൻ സാധിച്ചിരുന്നു. പക്ഷേ അല്ലാഹുവിന്റെ റസൂല് വന്ന സമയത്ത് അവർ ധിക്കരിച്ചു. ഓരോ പ്രവാചകന്മാരുടെയും ചരിത്രം അതാണ്. ഔസുല്ലാഹിനെ പോലെയുള്ള റിഫാഇ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ഗസാലി ഇമാമിനെ പോലെയുള്ള ആളുകളുടെ ചരിത്രവും അതാണ്. അന്നത്തെ പണ്ഡിതന്മാർ പറഞ്ഞ് ജീവിതകാലത്ത് അടുക്കരുതേ, പോകരുതേ, കാണരുതേ, കേൾക്കരുതേ, നിങ്ങൾ എന്താണ് പറയുന്നത് എന്ന് ശ്രദ്ധിക്കുക പോലും ചെയ്യരുതേ, അവരുടെ കിതാബ് ഓതരുതേ, അവരുടെ പുസ്തകം പാരായണം ചെയ്യരുതേ, അവരുടെ പ്രഭാഷണങ്ങൾ കേൾക്കരുതേ എന്ന് പറഞ്ഞ് ഔസുല്ലാഹും വഫാത്തായപ്പോൾ ജാരം കെട്ടി അവർ തന്നെ മുന്നിൽ നിന്നു. പിന്നെ ഔസുല്ലാഹും നല്ലയാളായി, റിഫായി ശൈഖ് നല്ലയാളായി, അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു അൻഹു നല്ലയാളായി. ലോകത്തുള്ള ഔലിയാക്കൾ മുഴുവനും അവരുടെ വഫാത്തിന്റെ ശേഷം നല്ലവരായി മാറി. എന്നതുപോലെ തന്നെ സമകാലിക സമൂഹത്തോട് ഖുത്ബുസ്സമാൻ എന്ന് പറയുന്ന ഈ നൂറ്റാണ്ടിന്റെ തിരുപ്രകാശം വന്നിട്ട് പറയുകയാണ്, ഞാൻ അല്ലാഹുവിന്റെ പ്രതിനിധിയാണ്, ഞാൻ ഈ കാലഘട്ടത്തിന്റെ ഖുത്ബാണ്, ഞാൻ ഒരു മുന്നറിയിപ്പുകാരനാണ്, വ്യക്തമായി ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. വളരെ വ്യക്തമായി ഖുത്ബുസ്സമാൻ പറയുന്നു, കറാമത്താണോ വേണ്ടത്? അല്ലേ, ആളുകൾക്ക് എന്താ വേണ്ടത്? കറാമത്താണ്. ശൈഖുന പറഞ്ഞു കറാമത്തിനെ കുറിച്ച്. ചില ശൈഖമാരിൽ നിന്ന് ലഭിച്ച ചില റിയാദുകൾ നിർവഹിച്ചപ്പോൾ ഉണ്ടായ, എന്നാൽ വലിയ വലിയ ആളുകളുടെ വലിയ പോരിഷയാക്കപ്പെട്ട കറാമത്തായിട്ട് പറയുന്ന ചില കാര്യങ്ങൾ നടത്തിയതിനെ കുറിച്ച് ഖുത്ബുസ്സമാൻ സൂചിപ്പിക്കുകയുണ്ടായി. അതാണല്ലോ ഇപ്പോ ചില ആളുകളൊക്കെ മരിച്ചാലല്ല, ഇപ്പൊ ഏതായാലും അല്ലാഹുവിന്റെ തൗഫീഖോടുകൂടെ ഖുത്ബുസ്സമാൻ എന്ന് പറയുന്ന മഹത് വ്യക്തിത്വം ഈ ലോകത്ത് സൃഷ്ടിച്ച വിപ്ലവം അത്ഭുതകരമാണ്. ഒരു സംഘടനക്കോ 40ഉം 40ഉം 80 160, ഇനി അതിൽ 40 അല്ല, 4000 അല്ല, 40,000 അല്ല, 40 ലക്ഷമല്ല, ഇത്തരം പണ്ഡിതന്മാർ ചേർന്ന് സംഘടന രൂപീകരിച്ചാലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയാത്ത വിപ്ലവമാണ് ഖുത്ബുസ്സമാൻ സൃഷ്ടിച്ചത്. അതുകൊണ്ടല്ലേ 1025 അല്ലെങ്കിൽ 1040 കൊല്ലം മുമ്പേ കേരളത്തിലെ ത്വരീഖത്ത് എന്ന് പറഞ്ഞ ത്വരീഖത്തോ ഇന്നോ എവിടെ ഷെയ്ഖോ മുറബ്ബിയോ വലിയോ കുത്തുബോ കാണാനില്ലായിരുന്നു. ഇപ്പൊ ഖുത്ബുസ്സമാൻ വന്നു, ത്വരീഖത്ത് പഠിപ്പിച്ചു. ത്വരീഖത്ത് ഉണ്ടാകും. ഇപ്പൊ എന്താ, ചില സ്ഥാപനങ്ങളൊക്കെ ബിരുദം കൊടുക്കുമ്പോ ബിരുദത്തിന്റെ കൂടെ ദിക്ർ കൈമാറുകയാണ് അത്ര, അതാ ത്വരീഖത്ത് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ത്വരീഖത്ത് ഇല്ല എന്ന് പറഞ്ഞ ആളുകൾ ത്വരീഖത്ത് ഉണ്ടെന്ന് അംഗീകരിച്ചല്ലോ. ഇൻഷാ അല്ലാഹ് വേദന്മാരെ കുറിച്ച് ഖുത്ബുസ്സമാൻ പറയുകയുണ്ടായി, വേദ ശൈഖന്മാര് വിചാരിക്കണ്ട, തങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ഇതെന്താ ഖുത്ബുസ്സമാൻ ഇങ്ങനെ പറയുക, ഖുത്ബുസ്സമാൻ ഇങ്ങനെ പ്രചരിപ്പിക്കുക, ജനങ്ങളെ ത്വരീഖത്ത് അംഗീകരിക്കുക. അപ്പൊ അതിലിങ്ങനെ കുറച്ച് ജാമ്പി കൊടുക്കാം, എന്നാ ത്വരീഖത്ത് വേണം, പിടിച്ചോളൂ എന്ന് പറഞ്ഞു.
അത്തരം വ്യാജ ശൈഖന്മാർ രക്ഷപ്പെടാൻ കഴിയുമെന്ന് വിചാരിക്കണ്ട. ഖുത്ബുസ്സമാന്റെ പോരാട്ടം വ്യാജ ശൈഖുമാർക്കെതിരെയാണ്, വ്യാജ പണ്ഡിതന്മാർക്കെതിരെയാണ്. ആരും രക്ഷപ്പെടാൻ കഴിയുമെന്ന് വിചാരിക്കണ്ട. ത്വരീഖത്ത് അംഗീകരിപ്പിച്ചു, ശൈഖ് അംഗീകരിപ്പിച്ചു, തർബിയത്ത് അംഗീകരിപ്പിച്ചു. ഇപ്പൊ എന്താ? ഇപ്പൊ ഖുത്ബുസ്സമാൻ എന്ന് വന്ന് പറഞ്ഞപ്പോ ഇനി അതിന്റെ അപ്പുറത്ത് വേറെ ഇല്ല എന്ന് മനസ്സിലാക്കിയപ്പോ നേരത്തെ മജീദ് ഉസ്താദ് പറഞ്ഞതുപോലെ കസേരയിൽ കൊള്ളാത്ത, അല്ലെങ്കിൽ എന്റെ ഒരു പ്രിയപ്പെട്ട പഴയ സുഹൃത്ത് അബ്ദുസ്സമദ് പൂക്കോട്ടൂരിന്റെ ഭാഷ കടമെടുത്ത് പ്രയോഗിച്ചാൽ, ഈ പറഞ്ഞ ആള് ആദ്യമൊക്കെ കല്യാണം ഫോട്ടോ എടുക്കാൻ അനുവദിക്കൂല എന്ന് പറഞ്ഞു. പിന്നെ പൂക്കോട്ടൂർ പറഞ്ഞു ഇപ്പൊ തങ്ങൾ പാപ്പാന്റെ ഫോട്ടോത്തിൽ കൊള്ളാതായിരിക്കുന്നു, അതാണ് പ്രശ്നം. ആ മനുഷ്യനെ എഴുന്നള്ളിപ്പിച്ച് നിങ്ങൾ പറയുന്നത് എന്താണ്? ഇത് ഖുത്ബുസ്സമാനാണ് എന്ന് പറയുന്നു അല്ലേ? വ്യാജ ഖുത്ബുസ്സമാനുമായി ഇറങ്ങി തിരിച്ചാൽ ഇൻഷാ അല്ലാഹ് ഒറിജിനൽ ഖുത്ബുസ്സമാൻ, ഈ കാലഘട്ടത്തിന്റെ നവോത്ഥാന നായകൻ നിങ്ങളെ വെറുതെ വിടുമെന്ന് വിചാരിക്കണ്ട. കോഴിക്കോട്ട് വെച്ച് അത്തരം വ്യാജ ശൈഖന്മാരോട്, വ്യാജ ഖുത്ബുമാരോട് ഖുത്ബുസ്സമാൻ തന്റെ ആത്മീയ ലോകത്തിരുന്ന് ചില ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായി. നിങ്ങൾക്ക് മറുപടി പറയാൻ സാധിച്ചോ? അതുകൊണ്ട് തന്നെ ഗൗസുൽ ആലം പ്രഖ്യാപിച്ചതുപോലെ ഖുത്ബുസ്സമാനും പ്രഖ്യാപിച്ചിട്ടുണ്ട്, വമൻ ഫീ റിജാലില്ലാഹി നലാ മകാനത്തി. ആരുണ്ടടാ ഔലിയാക്കളുടെ കൂട്ടത്തിൽ, ശൈഖന്മാരുടെ കൂട്ടത്തിൽ, ആത്മീയ പുരുഷന്മാരുടെ കൂട്ടത്തിൽ എന്റെ സ്ഥാനം എത്തിച്ച് ആരെങ്കിലും ഉണ്ടെങ്കിൽ, മസ്താന്മാരുണ്ടെങ്കിൽ, ഔലിയാക്കളുണ്ടെങ്കിൽ, ശൈഖന്മാരുണ്ടെങ്കിൽ വരട്ടെ. കളി നിങ്ങൾ പഠിക്കും. നിങ്ങളെന്താ മനസ്സിലാക്കിയത്? ഈ പരമമായ സത്യം മഹാനവറുകള് തുറന്നു പറഞ്ഞപ്പോ നിങ്ങൾ ആദ്യം അബൂജഹലിന്റെ റോൾ അഭിനയിച്ചു അല്ലേ? നിങ്ങൾ അബൂജഹലായിട്ട് വന്നു. അബൂജഹൽ എന്ന് പറഞ്ഞ അയാളെ പേര് അബുൽ ഹക്കമാണ്. വിവരമില്ലാത്ത ആളല്ല, വിവരത്തിന്റെ ബാപ്പ. വലിയ മോലേരായിരുന്നു അബൂജഹല്. അള്ളാഹുവിൽ വിശ്വാസമില്ലാത്ത ആളല്ല. ബദർ യുദ്ധത്തിന് പോകുമ്പോൾ പരിശുദ്ധമായ കഅബയുടെ കില്ല് പിടിച്ച് അള്ളാഹുവോടാ പ്രാർത്ഥിക്കുന്നത്. സത്യത്തിന്റെയും അസത്യത്തിന്റെയും ഇടയിൽ നീ പിന്നെ അസത്യം പരാജയപ്പെടുത്തണം, സത്യം വിജയിപ്പിക്കണം എന്ന് പറഞ്ഞ് അവിടെ വെച്ച് ദുആ ചെയ്യുന്നത് അബൂജഹൽ. ആ അബൂജഹലിനെ പോലെ അബൂജഹലായി നിങ്ങൾ വന്നു. ഖുത്ബുസ്സമാനും അവിടുത്തെ മുരീദമാരും നിങ്ങളെ നേരിട്ടു. ഇനിയിപ്പോൾ മുസൈലിമത്തുൽ കദ്ദാബ് എന്ന് പറയുന്ന കള്ള പ്രവാചകന്റെ റോൾ അഭിനയിച്ചാണ് വരുന്നത് എങ്കിൽ സൂക്ഷിച്ചോ. മുസൈലിമത്തുൽ കദ്ദാബ് രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ ഇത്തരം വ്യാജ ഖുത്ബുസ്സമാനുമാരും രക്ഷപ്പെടാൻ പോകുന്നില്ല. നിങ്ങൾ ആ പൂതി നിങ്ങൾ വെക്കണ്ട, അങ്ങനെ നിങ്ങൾ വിചാരിക്കണ്ട. ചില വ്യാജ ആത്മീയതയുടെ ആളുകളോടും ഞാൻ പറയുകയാണ്, ഖുത്ബുസ്സമാൻ വിതച്ച ഈ വിത്തില് നിങ്ങളുടെ വ്യാജ ത്വരീഖത്ത്, തൗഹീദില്ലാത്ത ത്വരീഖത്ത്, അപൂർണമായ ത്വരീഖത്ത്, ഈ കള്ളത്തരങ്ങള് അത് മുളപ്പിക്കാമെന്ന് നിങ്ങൾ കരുതണ്ട. ഇൻഷാ അല്ലാഹ് ഖുത്ബുസ്സമാൻ അള്ളാഹു ദീർഘായുസ്സ് നൽകുമാറാവട്ടെ, ആഫിയത്ത് നൽകുമാറാവട്ടെ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഖുത്ബുസ്സമാൻ ഇവിടെ എന്താ? മഹാനവറുകളുടെ പ്രസംഗം നിങ്ങൾ കേട്ടില്ല? ബുദ്ധിയുള്ള ആളുകൾക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ ആളുകൾ മുഴുവൻ ആ പ്രസംഗം ഇങ്ങനെ സാഗൂതം വീക്ഷിച്ച് ഇരിക്കുകയായി. ഇന്ന് പ്രസംഗം എന്ന് പറഞ്ഞാൽ എന്താ? വഅൽ എന്ന് പറഞ്ഞാൽ എന്താ? അല്ലെങ്കിൽ പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞാൽ എന്താ? അത് കുറെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്റെ പ്രിയപ്പെട്ട എന്നിട്ട് ഹൽക്കനാ സംസാരിക്കുക. പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞാൽ എന്താ? ഖുത്ബുസ്സമാന്റെ സംസാരം നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ഖുത്ബുസ്സമാന്റെ ലളിതമായ, ഏത് സാധാരണക്കാരനും ബോധ്യപ്പെടുന്ന ലളിതമായ ഭാഷയിലുള്ള സംസാരമാണെങ്കിലും കേരളത്തിലെ വേദ ശൈഖന്മാരുടെയും വേദ പണ്ഡിതന്മാരുടെയും നെഞ്ചുകളിലേക്ക് തുളച്ചു കയറുന്ന മിസൈലുകളാണ് ഖുത്ബുസ്സമാന്റെ ഓരോ പ്രഖ്യാപനങ്ങളും. അതിനാ കാലം സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്, അതിനാ സമകാലിക ലോകം സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. എവിടെ പോയി കസർത്തുമായി വന്ന ഹസ്രത്ത് തിരുവനന്തപുരം ജില്ലയിലും കൊല്ലം ജില്ലയിലും ഒക്കെ കറങ്ങി നടന്നിരുന്ന ഒരു ഹസ്രത്ത് ഉണ്ടായിരുന്നല്ലോ, ആളപ്പോ കാണാല്ല. മറ്റേ പാൽപ്പൊടിയുടെ പരസ്യം പോലെ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ. എവിടെ പോയി ഹസ്രത്ത്? എവിടെ പോയി? കുമ്പ് കുലുക്കി വന്ന് കിതാബോധി വന്ന് ഹസ്രത്തിനെ കാണാനല്ലോ. എവിടെ പോയി പണ്ഡിത സംഘടനകൾ? ആരെയും കാണാനില്ല.
ഖുത്ബുസ്സമാൻ പറയുന്ന ലളിതമായ ഈ സത്യം നിങ്ങൾക്ക് അംഗീകരിക്കാൻ എന്റെ പ്രയാസം. സാധാരണക്കാരന് ഞാൻ പറഞ്ഞത് അത് ആ മറുപടി മതി. ഇവിടെ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദുർ റസൂലുള്ളാഹ് എവിടെ അത് ചേർത്ത് വെക്കണം എന്ന് പറഞ്ഞതാണോ ഖുത്ബുസ്സമാൻ ചെയ്ത തെറ്റ്? മുഹമ്മദുർ റസൂലുള്ളാഹ് ഹൃദയത്തോട് ചേർത്ത് വെക്കണം എന്ന് പറഞ്ഞതാണ്. അല്ലെങ്കിൽ രക്ഷ അവലംബിക്കാൻ ഒരു ഷെയ്ഖിനെ പിടിക്കണം എന്ന് പറഞ്ഞതാണോ ഖുത്ബുസ്സമാൻ ചെയ്ത തെറ്റ്? അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഖുത്ബുസ്സമാൻ ലളിതമായ ചില സത്യങ്ങൾ തുറന്നു പറയുമ്പോൾ, ചില മുന്നറിയിപ്പുകൾ നൽകുന്ന സമയത്ത് അത് അവഗണിച്ച് മുന്നോട്ട് പോകാമെന്ന് നിങ്ങൾ ആരും വിചാരിക്കണ്ട. ഞാൻ ദീർഘിച്ച് സംസാരിക്കുകയല്ല. പിന്നെ പണ്ഡിതന്മാർ, സാധാരണക്കാരായ ആളുകളോട് ഞാൻ അതിനെക്കുറിച്ച് അധികമൊന്നും സംസാരിക്കുന്നില്ല, ഖുത്ബുസ്സമാൻ പറഞ്ഞതുകൊണ്ട്. ഈ പണ്ഡിതന്മാരെ കുറിച്ച് പറയുന്ന ചില ഹദീസുകൾ അള്ളാന്റെ റസൂലും തന്നെ ഇത്രയൊക്കെ തന്നെയല്ലേ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. ഞാൻ എല്ലാ പണ്ഡിതന്മാരെയും ആക്ഷേപിക്കുകയല്ല. നല്ല നല്ല പണ്ഡിതന്മാരുണ്ട് അഹ്ലി കിതാബിന്റെ കൂട്ടത്തിൽ, നല്ല നല്ല ആളുകൾ ഉള്ളതുപോലെ നമ്മുടെ പണ്ഡിതന്മാരുടെ ഉസ്താദുമാരുടെ കൂട്ടത്തിൽ നല്ല ആളുകളുണ്ട്. പക്ഷെ ആളുകൾക്ക് എന്താ, പണ്ഡിതന്മാര് പറഞ്ഞില്ലേ, പണ്ഡിത സംഘടനകൾ പറഞ്ഞില്ലേ. ഞാൻ എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാരോട് ആലോചിക്കാൻ വേണ്ടി മാത്രം പറയുന്നു. നിങ്ങൾക്ക് ഈ ഒരു വിഷയമല്ലാത്ത ബാക്കിയുള്ള വിഷയങ്ങൾ വരുമ്പോ ഈ പണ്ഡിതന്മാര് അവർ നല്ല ആളുകളാണ്, അവർ ഞങ്ങൾ നന്മയിലേക്ക് നയിക്കുന്ന ആളുകളാണ്, അവർ ഉന്നതരാണ് എന്ന് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ? ആരാ കേരളത്തിലെ പള്ളികളിൽ രക്തം ചിന്തിപ്പിച്ചത്? ആരാ സംഘടനയുടെ പേരിൽ